മോത്തി നേരത്തെയൊക്കെ രാമനെ വിശേഷിപ്പിക്കുകയായിരുന്നു. രാമനൊപ്പം അരുൺ അമൃതാതുണ്ട്. രാമൻ ഇതാ വടക്കുന്നതിനകത്ത്, അമ്പലത്തിന് അകത്ത്, ക്ഷേത്രത്തിനകത്ത് രാമൻ എത്തിയിട്ടുണ്ട്. രാമന് മുൻപേ, മാത്രമല്ല രാമന് മുൻപേ ഇപ്പോൾ കാരമുക്ക് ഭഗവതിയുടെ വടക്കുന്നാഥിനെ തൊഴുത് കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അടുത്തതാണ് ചെമ്പൂക്കാവ് ഭഗവതിയെ തിടമ്പിലേറ്റിക്കൊണ്ട് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കാത്തു നിൽക്കുന്ന പുരുഷാരം ആണ്. എനിക്ക് ചുറ്റുമുള്ള ആൾക്കൂട്ടമാണ് ചുറ്റുമുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പക്ഷേ ആൾക്കടലിനകത്താണെന്നൊക്കെ പറയാം. അത്രമാത്രം ആൾക്കൂട്ടമാണ് ചുറ്റും എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ, മുൻപത്തെ തവണ രാമനെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകളെക്കാൾ ഇരട്ടിയാണോ ഇത്തവണ രാമനെ കാണാൻ എത്തിയിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. അത്രമാത്രം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴേ ക്യാമറയിൽ വീഡിയോ ഓൺ ചെയ്ത് നിൽക്കുകയാണ്. കാരണം രാമനെ എങ്ങാനും മിസ്സായി പോയാലോ എന്നുള്ളതിൽ. അങ്ങനെ രാമന്റെ ഓരോ നടപ്പും, രാമന്റെ ഓരോ താളവും അത് ഉറ്റുനോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. രാമൻ ഫാൻസ് ആണോ? രാമൻ ഫാൻസ് ആണ്. രാമനല്ലേ വരാൻ പോകുന്നത്? രാമന് ആവാൻ വഴിയില്ല. ആരാ? ചെമ്പൂക്കാവായിരിക്കും. രാമൻ സോറി തെറ്റിപ്പോയി. ലാലൂര് ആവാനേ വഴിയുള്ളൂ. ചെമ്പൂക്കാവ് കർത്തേനി വഴിയില്ല ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ശരി, എന്തായാലും ഇവിടെ രാമന്റെ ആരാധകർ തന്നെയാണ് ഇവിടെ ഒക്കെ ഉള്ളത്. ചേട്ടാ, ഇവിടെ നിങ്ങളൊക്കെ ഇതിലെ ഇപ്പൊ ആനയോടോടോ പ്രേമം? രാമനും പൂരമൊക്കെ എല്ലാം ഇഷ്ടമാണ്. രാമന്റെ വരവ് കാണാൻ വന്ന് നിൽക്കുന്നത്. അടുത്ത രാമന്റെ ആണോ? അറിയില്ല, എന്തായാലും രാമനെ കണ്ടിട്ടേ പോവുള്ളൂ. രാമനെ കാണാൻ ഇറങ്ങിയതാണ്? അല്ല, പൂരം കാണാൻ വന്നതാണ്. രാമൻ ഒരു വികാരമാണല്ലോ, രാമനെ കണ്ടിട്ടേ പോകുള്ളൂ. രാമൻ ഒരു വികാരമാണല്ലോ. ഇപ്പൊ രാമനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ആൾക്കൂട്ടമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോത്തി, എന്തായാലും അടുത്തത് ചെമ്പൂക്കാവ് ഭഗവതിയുടെ ഘടകപൂരമാണ്. ചെമ്പൂക്കാവിൽ നിന്നുള്ള ഘടകപൂരമാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ പഞ്ചവാദ്യത്തിന്റെ താളമേളങ്ങൾ നമുക്ക് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും രാമനായിരിക്കുമോ അതോ മറ്റേതെങ്കിലും ഘടകപുരങ്ങളാണോ എന്നുള്ളത് ഒരു പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. രാമനാണെങ്കിൽ ആ ആരവം, ആ ആർപ്പുവിളികൾ ഇവിടെ കേൾക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഘടകപുരങ്ങൾ ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായി വന്നു പോവുകയാണ്. നേരത്തെ കാരമുക്ക് ഭഗവതി ഇതിന്റെ തിടമ്പേറ്റിക്കൊണ്ട് ഇതിലെ കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. വടക്കുംനാഥനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ തെക്കേ ഗോപുര നടവഴി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതായത് ഈ പൂരത്തിന് പലതരത്തിൽ പ്രേമികളുണ്ട്. പൂരപ്രേമികൾ പലതരത്തിലാണ്. നമുക്കറിയാം, മേളം ഇഷ്ടമുള്ള ആളുകളുണ്ട്, ആനയെ ഇഷ്ടമുള്ള ആളുകളുണ്ട്, വെടിക്കെട്ട് ഇഷ്ടമുള്ള ആളുണ്ട്, കുടമുറ്റം ഇഷ്ടപ്പെടുന്ന ആളുകൾ. പലതരത്തിലാണ് പൂരത്തിനോടുള്ള ആളുകളുടെ പ്രേമം എന്ന് പറയുന്നത്. രാമൻ രണ്ടാമത്തത് രാമനാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. രാമൻ വന്നാൽ ദൂരെ നിന്ന് തന്നെ അത് തിരിച്ചറിയാൻ കഴിയും. ആ തലയെടുപ്പും ആ ചെവിയാട്ടലും ഇളക്കവും നടപ്പിന്റെ താളവും തുമ്പിക്കൈയുടെ നീളവും, അങ്ങനെ ആനപ്രേമികൾക്ക് കൃത്യമായ കണക്കുണ്ട് ഓരോ ആനകളെയും. അതുപോലെ രാമന്റെ അളവുകൾ അത് വളരെ കൃത്യമായി മനുഷ്യർക്ക് അറിയാമെന്നതാണ്, തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ചും. അങ്ങനെ രാമനാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ മറ്റാരുടെയും സഹായമില്ലാതെ അവർക്ക് കഴിയുന്നു എങ്കിൽ അത്രയേറെ രാമൻ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മഞ്ഞും വെയിലും മഴയും ഏൽക്കാതെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനിലേക്ക് പുറപ്പെട്ട ആ ശക്തന്റെ തട്ടകം പൂരദിനത്തിലേക്ക് ഉണർന്നതോടെയാണ് പിന്നീട് ഇങ്ങോട്ട് ആചാരങ്ങൾ ഒന്നൊന്നായി നമ്മൾ കാണുന്നത്. അതിന്റെ ഭാഗമായി പലതും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉച്ചവെയിൽ അങ്ങനെ കടുക്കുന്നതിനിടെയും ഈ പൂരത്തിന്റെ താളങ്ങൾ പെരുകുന്നതോടെ, മുറുകുന്നതോടെ ആ പൂരാവേശം കടുക്കുകയാണ്. കണിമംഗലം ശാസ്താവാണ് വടക്കുന്നാഥനിലേക്ക് ആദ്യം എത്തുന്ന ഘടകപൂരം. തുടർന്ന് തൊട്ടു പിന്നാലെ കാരമുക്ക്, ചെമ്പൂക്കാവ്,
പനമുക്കുംപിള്ളി, ലാലൂർ, അയ്യന്തോൾ, നെയ്തലക്കാവ്, ചൂരക്കോട്ടുകാവ് ക്ഷേത്രങ്ങളിലെ ഘടകപൂരങ്ങളും വടക്കുന്നാഥനെ വിധിപ്രകാരം കാണാനെത്തും. പിന്നെ ഒപ്പം മേളാരവവും ഗജവീരന്മാരും ഒക്കെ അകമ്പടി ഉണ്ടാവും. ആ മേളക്കാരുടെ ശാരീരിക ചലനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ മേളം വളരെ കൃത്യമായി സന്നിവേശിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രേമികളിലേക്ക് എത്തിക്കാനുള്ള അവരുടെ ആ പരിശ്രമം, ആ താളം, അവരുടെ ആ ഒരു ശരീരത്തിൻ്റെ ഇളക്കം, ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പൂരത്തിൻ്റെ സൗന്ദര്യങ്ങളിലൊന്ന് അത് തന്നെയല്ലേ, ലയിച്ചു നിന്നുള്ള ഈ പഞ്ചവാദ്യം, ഈ മേളമല്ലേ എന്ന് തോന്നിപ്പോകും. ഇനി ആനകളെ നോക്കിയാലോ, ആ ചെവി ഇളക്കിക്കൊണ്ടുള്ള ചെറിയ താളത്തിലുള്ള ആനകളുടെ നിൽപ്പ്, അലങ്കാരത്തോടെയുള്ള ആ നിൽപ്പ്, അതല്ലേ പൂരത്തിൻ്റെ സൗന്ദര്യം എന്ന് തോന്നും. എല്ലാം മറന്നു നിൽക്കുന്ന പുരുഷാരത്തെ കാണുമ്പോൾ തോന്നും ഇതല്ലേ പൂരത്തിന്റെ സൗന്ദര്യം എന്ന്, ഈ തിരക്കല്ലേ സൗന്ദര്യമെന്ന്, ഈ ചൂടിലും ഇത് ആസ്വദിക്കാൻ കഴിയുന്നതല്ലേ സൗന്ദര്യം എന്ന് തോന്നും. അങ്ങനെ സൗന്ദര്യങ്ങൾ ഒന്നൊന്നായി ചേർന്ന്, എല്ലാ അളവുകളും ഒത്തുചേർന്ന ഒന്ന് പൂരം. ഒരിക്കലും ഒരാൾക്കും മടുക്കാത്തത്, ഒരാവർത്തന വിരസതയും ഉണ്ടാക്കാത്തത് പൂരം. ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്ന് പൂരം. അഭിമാനിക്കാം മലയാളികൾക്ക്, ഇങ്ങനെ ഒന്ന് നമ്മുടേതാണ് എന്ന് പറയാം. നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം, അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം എന്ന് പറയാം നമുക്ക്. അക്ഷയ തുടരുന്നുണ്ട്. അക്ഷയ പറയൂ. തീർച്ചയായിട്ടും മോത്തി അത് തന്നെയാണ്. മോത്തി സൂചിപ്പിച്ച പോലെ ഇതിൽ ഏത് കാണണം, ഏത് കാഴ്ച നമ്മൾ കണ്ടു നിൽക്കണം, ഏത് ശബ്ദം നമ്മൾ കേട്ടു നിൽക്കണം എന്നുള്ളതാണ്. എല്ലാം മനോഹരം, കാണാനുള്ളത് കേൾക്കാനുള്ളത് അതിലും മനോഹരം, അതിമനോഹരം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറില്ലേ. ആ കാഴ്ച തന്നെയാണ് തൃശ്ശൂർ നമുക്ക് അക്ഷരാർത്ഥത്തിൽ കാണാൻ സാധിക്കും. 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുരങ്ങളുടെ പൂരത്തിന്റെ ഭംഗിയും അത് തന്നെയാണ്. കണ്ടാലും കേട്ടാലും ഒന്നും മതി വരാത്ത കാഴ്ചകളും ശബ്ദങ്ങളുമാണ് നമ്മളെ തേടിയെത്തിയ കാരമുക്ക് ഭഗവതിയുടെ ഘടകപൂരം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശബ്ദമാണ്, അതിന്റെ മേളപ്പെരുക്കമാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ആളുകൾ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. കാരണം അടുത്ത് വരാൻ പോകുന്ന മറ്റാരുമല്ല, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. അങ്ങ് ബീഹാറിൽ നിന്ന് വന്ന് ഈ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ആനപ്രേമികളുടെ ഹൃദയം ഒരുപോലെ പിടിച്ചടക്കിയ ആ ഹൃദയത്തിൽ ഏത് ആനയ്ക്കാണ് സ്ഥാനം എന്ന് വെച്ചാൽ അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മാത്രമാണ്. രാമനാണെന്ന് തോന്നുന്നു വരുന്നത്. ആർപ്പുവിളികൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ആളുകളുടെ ഫോൺ വീണ്ടും മുകളിലേക്ക് ഉയർന്നു വന്നത് മോത്തി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് രാമനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാമനായതുകൊണ്ട് തന്നെയാണ് ആ ശബ്ദം, ആർപ്പുവിളികൾ ഉണ്ടാകുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ബീഹാറിൽ നിന്ന് വന്ന രാമനായി ഏറ്റുവിളിക്കാൻ അവരുടെ കയ്യിൽ എന്തുണ്ടാവുമെന്ന്. തീർച്ചയായിട്ടും രാമനെ ഏറ്റുവിളിക്കാൻ എന്തുണ്ട് മോത്തി? നമ്മൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ എന്നുള്ളതാണ്. ഏകഛത്രാധിപതി പട്ടമുള്ള കേരളത്തിലെ ഒരേ ഒരു ആന, ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം ചെന്ന ആന, നിലവിൽ ജീവിച്ചിരിക്കുന്ന ആനകളിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ നമുക്ക് മുൻപിലേക്ക് തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങുന്നത്, ഏത് തെക്കേ ഗോപുര നട തുറക്കുന്ന ഈ ചടങ്ങിന് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ എത്തിയത്, അതിന് കാണികൾ എത്തി തുടങ്ങിയത് ഈ ഒരേ ഒരു രാമൻ കാരണം മാത്രമാണ്. ഒരേ ഒരു രാമൻ കാരണം മാത്രം എത്തിയിട്ടുള്ള പൂരപ്രേമികളുണ്ട്, അല്ലെങ്കിൽ ആനപ്രേമികളുണ്ട്. ഇന്നിപ്പോൾ അതേ രാമന് മറ്റു കുറെ പ്രശ്നങ്ങൾ, ഫിറ്റ്നസിന്റെ ഒക്കെ പ്രശ്നത്തെ തുടർന്നാണ് പിന്നീട് രാമൻ ഈ തിടമ്പേറ്റുന്ന ഇതിൽ നിന്നും രാമന്റെ കണ്ണിന്റെ കാഴ്ചയുടെ ഒക്കെ പ്രശ്നമുണ്ട്. തെക്കേ ഗോപുര നടയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന രാമനെ കാണാം. രാമനതാ ആ ചടങ്ങിലേക്കാണ്, ആ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഉയരം കൂടിയ വാതിൽ. അത് രാമന് വേണ്ടിയാണോ എന്ന് തോന്നിപ്പോകും. അത്രയും ഉയരത്തിൽ, എത്ര ദീർഘവീക്ഷണത്തോടെയാണ് ആ ഗോപുര നടകൾ പോലും. ഇതാ രാമൻ പുറത്തേക്ക് ഇറങ്ങുന്നു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് വരും അക്ഷയ. ആ കാഴ്ച അക്ഷയയ്ക്കും അവിടെ കൂടി നിൽക്കുന്നവർക്കും നിമിഷങ്ങൾക്കകം കാണാനാവും. മോത്തി ആ വാതിലുണ്ടല്ലോ, മോത്തി പറഞ്ഞ ഉയരം ചെന്നിട്ടുള്ള ആ വാതിലിന്റെ അടുത്ത് വരെ ഒന്ന് താഴും. അവിടെ ഒന്ന് താഴ്ന്നാൽ മാത്രമേ രാമൻ അതിൽ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റൂ എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങ് ബീഹാറിലായിരിക്കുന്ന സമയത്ത് മോട്ടി പ്രസാദ് എന്ന് പേരുള്ള ഒരു ആന, ആ ആന തെച്ചിക്കോട്ടുകാവ് ക്ഷേത്രത്തിലേക്ക് എത്തി. തെച്ചിക്കോട്ടുകാവിലേക്ക് എത്തുന്ന 1984-ലാണ്. പിന്നീട് ഇങ്ങോട്ട് നോക്കൂ, ആ ആനയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ഫാൻസ് അസോസിയേഷനൊക്കെയുള്ള മമ്മൂക്കെ ലാലേട്ടനൊക്കെ ഒരിടത്തേക്ക് വരുന്ന പോലെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. രാമൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കൂട്ടം എന്ന് പറയുന്നത്